ആദ്യം ശ്രീ ബി ജയരാജ്, എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ആവർത്തിച്ച് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? ഒറ്റപ്പെട്ട പ്രസ്താവനകളല്ല. AK ബാലൻ പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടു, സജി ചെറിയാൻ പറയുന്നത് കേൾക്കുകയാണ്. അത് തിരുത്താനോ അതിൽ നിന്ന് പിൻവാങ്ങാനോ ഈ നേതാക്കൾ തയ്യാറാകുന്നുമില്ല. അപ്പോൾ ഇതൊരു പ്രൊജക്ടിന്റെ ഭാഗമായി ഇങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതാകാമല്ലോ. അഭിലാഷേ, അങ്ങനെ ഒരു നറേഷൻ പൊതുവെ വരുന്നുണ്ട്. ആ നറേഷൻ വളരെ കൊണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഭാവനയുടെ ഭാഗമായിട്ടാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയാകും? മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മുസ്ലിം ലീഗിനെതിരെയാകും? മാറാട് കലാപത്തെ നമ്മളിപ്പം എന്തിനാണ് ഹിറ്റ്ലറിൻ്റെ ഇതൊക്കെ ജീനോസൈഡൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിന് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? ഇനി ഒരിക്കലും ഞങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനാണ്? ഇനി അങ്ങനെ ഒരു സംഭവം ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കണമെന്ന് പറയുമ്പോഴത്തേക്കും മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും മാന്തി പുറത്തെടുത്ത് അതിൻ്റെ സ്കെലറ്റൻസ് കൊണ്ടുവന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നതെന്നൊക്കെയുള്ള നറേഷൻ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്കുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സാമാന്യ മുസ്ലിമിനെതിരാവും എന്നുള്ളൊരു ഭാഷ്യം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ചില പോക്കറ്റ്സിലെങ്കിലും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികൾ, ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ലത്തീൻ കാത്തലിക്കിന് മത്സരിക്കുന്ന ഭാഗത്ത് ലത്തീൻ കാത്തലിക് സ്ഥാനാർത്ഥിയായിട്ട് വെക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുസ്ലിം ജനസാമാന്യം കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിം കാൻഡിഡേറ്റിനെ അത്ര ഫീൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാവും. കേരളം മുഴുവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്കൽ ബൈ ഇലക്ഷൻസിലൊക്കെ അങ്ങനെ ചെയ്താൽ വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ എറണാകുളത്തൊക്കെ കൊച്ചിയിൽ നടന്ന ഭാഗമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായിട്ട് സാമുദായിക ധ്രുവീകരണ വിഷയങ്ങളാണ് വരേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ജനുവരി മാസം ഈ വർഷം തുടങ്ങി ഇപ്പോ 17, 18, 19 ദിവസമായില്ലേ? എല്ലാ ദിവസവും ഈ തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക്, ഈ തരത്തിലുള്ള ഡിബേറ്റിന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് CPM-ന്റെ നേതാക്കൾ. അതുകൊണ്ടാണ് VD സതീശൻ ഈ തീപ്പന്തം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേരളമാകെ കത്തിപ്പിടിക്കുമെന്ന് പറയുന്നത്. അവരെ ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞല്ലോ. അവര് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തതോടുകൂടി കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷ ന്യായങ്ങളും അവരാണ് കോൺഗ്രസിന് വേണ്ടി അജണ്ട സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം പാലക്കാട് ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് SDP ആണ്. SDPI, PFI, ജമാഅത്ത് ഇസ്ലാമി മുതലായ സംഘടനകളെ വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമം കേവലം 3-4 വോട്ടിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ മതേതരത്തിനെ നശിപ്പിക്കുന്ന ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തും. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കൺസേൺ. ഈ ന്യൂനപക്ഷ വർഗീയത വലുതായി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി വഴിമരുന്നിടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ചൂണ്ടിക്കാണിക്കേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് വരാം.